എല്ലാവർക്കും മല്ലുകൂടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഏറ്റവും പുതിയ OTT റിലീസുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് സ്വർഗം എന്ന സിനിമയെക്കുറിച്ചാണ്. ഇതൊരു ഫാമിലി കോമഡി മൂവിയാണ്. ഈ സിനിമ ഇപ്പോൾ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. സൺനെസ്റ്റിലാണ് സ്വർഗം എന്ന സിനിമ ഇന്ന് OTT റിലീസ് ആയിരിക്കുന്നത്. അജു വർഗീസ്, അനന്യ, മഞ്ജു പിള്ളൈ, ജോണി ആന്റണി ഇവരാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് പാർട്ട്നേഴ്സ് എന്ന സിനിമയെക്കുറിച്ചാണ്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. ധ്യാൻ ശ്രീനിവാസാണ് സിനിമയിലെ നായകൻ. സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. ഇപ്പോഴിതാ പാർട്ട്നേഴ്സ് എന്ന സിനിമ OTT റിലീസ് ആയിരിക്കുകയാണ്. കലാഭവൻ ഷാജോൺ, ദേവകി, ധ്യാൻ ശ്രീനിവാസൻ ഇവരാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ സിനിമയാണ്. ഇപ്പോഴിതാ പാർട്ട്നേഴ്സ് സൺനെസ്റ്റിൽ ഇന്ന് റിലീസായിട്ടുണ്ട്. ഇപ്പോൾ നോക്കിയാൽ നിങ്ങൾക്ക് എല്ലായിടത്തും അവൈലബിൾ ആണ്. അടുത്തൊരു അപ്ഡേറ്റ് ED എന്ന സിനിമയെക്കുറിച്ചാണ്. തിയേറ്ററുകളിൽ നല്ല റെസ്പോൺസ് ലഭിച്ച സിനിമയാണ് എക്സ്ട്രാ ഡീസന്റ് എന്ന ED സിനിമ. സുരാജ് വെഞ്ഞാറമൂടാണ് സിനിമയിലെ നായകൻ. ഇതൊരു ഫാമിലി കോമഡി മൂവിയാണ്. സിനിമ പെട്ടെന്ന് തിയേറ്ററിൽ നിന്ന് വാഷ് ഔട്ടായി. ഇപ്പോഴിതാ ED സിനിമയുടെ OTT ആമസോൺ പ്രൈം വാങ്ങിച്ചിരിക്കുകയാണ്. സുരാജ്, ഗ്രേസ് ആന്റണി, റാഫി, സുധീർ, ശ്യാം ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഫെബ്രുവരി ഫസ്റ്റ് വീക്കിൽ ED എന്ന സിനിമ ആമസോൺ പ്രൈമിൽ OTT റിലീസുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് രാമചന്ദ്ര ബോസൺകോ എന്ന സിനിമയാണ്. ഈ സിനിമ തിയേറ്ററിൽ റിലീസായിട്ട് ഒരു വർഷത്തിന് മേലെയായി. ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. നിവിൻ പോളിയാണ് സിനിമയിലെ നായകൻ. നിവിൻ പോളി, വിനയ് ഫോർട്ട്, മമിത ബൈജു, ജാഫർ ഇടുക്കി ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു ഫാമിലി കോമഡി ത്രില്ലർ സിനിമയാണ്. ഈ സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. ഇപ്പോഴിതാ വർഷങ്ങൾക്ക് ശേഷം ആമസോൺ പ്രൈം രാമചന്ദ്രൻ സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. ഫെബ്രുവരി സെക്കൻഡ് വീക്കിൽ രാമചന്ദ്രൻ എന്ന സിനിമ ആമസോൺ പ്രൈമിൽ റിലീസുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് ബാന്ദ്ര എന്ന സിനിമയെക്കുറിച്ചാണ്. ഈ സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് പേരെ കാത്തിരിക്കുന്നുണ്ട്. സിനിമ നേരത്തെ തന്നെ വിറ്റുപോയതാണ്. ആമസോൺ പ്രൈമാണ് സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ പുറത്തുവിട്ടിട്ട് ഒരു മാസം കഴിഞ്ഞു. ഇതുവരെ ബാന്ദ്ര സിനിമ ആമസോണിൽ വന്നിട്ടില്ല. ദിലീപും തമനയും ഒന്നിച്ച് അഭിനയിച്ച ഗാങ്സ്റ്റർ മൂവിയാണ് ബാന്ദ്ര. ഇപ്പോഴിതാ സന്തോഷ വാർത്ത എത്തിയിരിക്കുകയാണ്. ഫെബ്രുവരി ഫസ്റ്റ് വീക്കിൽ ബാന്ദ്ര സിനിമ സർപ്രൈസ് ആയിട്ട് ആമസോൺ പ്രൈമിൽ വരുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ത്രയം എന്ന സിനിമയെക്കുറിച്ചാണ്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. തിയേറ്ററിൽ നിന്ന് നല്ല അഭിപ്രായമാണ് ത്രയം എന്ന സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ധ്യാൻ ശ്രീനിവാസനാണ് സിനിമയിലെ നായകൻ. സണ്ണി വെയിൻ, ചന്തു, ഡെയിൻ, അജു വർഗീസ് ഇവരും സിനിമയിൽ പ്രധാന കഥാപാത്രമായി അഭിനയിക്കുന്നുണ്ട്. ഈ ത്രയം എന്ന സിനിമയുടെ OTT ഇപ്പോൾ മനോരമ മാക്സ് വാങ്ങിച്ചിരിക്കുകയാണ്. ഫെബ്രുവരി സെക്കൻഡ് വീക്കിൽ ത്രയം എന്ന സിനിമ മനോരമ മാക്സിൽ റിലീസുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് ബേബി ജോൺ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ഹിന്ദി സിനിമയാണ്. ആവറേജ് അഭിപ്രായമാണ് ബേബി ജോണിന് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. വരുൺ ധവാൻ, കീർത്തി സുരേഷാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമ ഇപ്പോൾ OTT റിലീസ് ചെയ്യാൻ പോവുകയാണ്. ഇന്ന് ആമസോൺ പ്രൈമിൽ ബേബി ജോൺ OTT റിലീസുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് ഹണ്ട് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ സിനിമയ്ക്ക് വേണ്ടിയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. സിനിമ തിയേറ്ററിൽ ഇറങ്ങിയിട്ട് ഒരുപാട് നാളായി. ഇതുവരെ ഹണ്ട് റിലീസായിട്ടില്ല. ഭാവന, അതിഥി, രഞ്ജി പണിക്കറാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു ഹൊറർ സിനിമയാണ്. ഇപ്പോഴിതാ ആമസോൺ പ്രൈം ഹണ്ട് എന്ന സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. സിനിമ ഉടനെ തന്നെ ആമസോൺ പ്രൈമിൽ സർപ്രൈസ് ആയിട്ട് വരുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. എക്സ്പെക്റ്റഡ് ഡേറ്റ് നോക്കിയാൽ ഫെബ്രുവരി മാസം ഉറപ്പായിട്ടും ഹണ്ട് സിനിമയുടെ റിലീസ് ഉണ്ടായിരിക്കും. അടുത്തൊരു അപ്ഡേറ്റ് ഹലോ മമ്മി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ഹൊറർ കോമഡി മൂവിയാണ്. തിയേറ്ററുകളിൽ വിജയിച്ച സിനിമയായിരുന്നു ഹലോ മമ്മി. ഈ സിനിമ ഇറങ്ങിയിട്ട് 2 മാസം കഴിഞ്ഞു. ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. ആരാധകർ കാത്തിരിക്കുന്നത് ഹലോ മമ്മിക്ക് വേണ്ടിയാണ്. ഷറഫുദ്ദീൻ, ഐശ്വര്യലക്ഷ്മി ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോഴിതാ ആമസോൺ പ്രൈം ഹലോ മമ്മി എന്ന സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. സിനിമ ഉടനെ തന്നെ ആമസോൺ പ്രൈമിൽ റിലീസുണ്ട്. എക്സ്പെക്റ്റഡ് ഡേറ്റ് നോക്കിയാൽ ഫെബ്രുവരി 15-നായിരിക്കും ഹലോ മമ്മി ആമസോൺ പ്രൈമിൽ വരുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് മാർക്കോ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഉണ്ണിമുഖത്തിൻ്റെ ഏറ്റവും മികച്ച സിനിമയായിരുന്നു മാർക്കോ. ഇപ്പോഴിതാ ഈ സിനിമയുടെ ഒഫീഷ്യൽ OTT തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഫെബ്രുവരി 14-ന് വാലന്റൈൻസ് ഡേക്കാണ് മാർക്കോ സിനിമ സോണി ലീവിൽ റിലീസാവുന്നത്. അവസാനത്തെ അപ്ഡേറ്റ് രേഖാചിത്രം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ സിനിമ തിയേറ്ററുകളിൽ ഹിറ്റായിട്ടുണ്ടായിരുന്നു. ആസിഫ് അലി, അനശ്വര രാജൻ ഇവരാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു ക്ലാസിക് ത്രില്ലർ സിനിമയാണ്. 2025-ലെ ആദ്യത്തെ ഹിറ്റായിരുന്നു രേഖാചിത്രം എന്ന സിനിമ. ഇപ്പോഴത്തെ സിനിമയുടെ OTT സോണി ലീവ് വാങ്ങിച്ചിരിക്കുകയാണ്. മാർക്കോ സിനിമയ്ക്ക് ശേഷമായിരിക്കും രേഖാചിത്രം സോണി ലീവിൽ റിലീസാവുന്നത്. എക്സ്പെക്റ്റഡ് ഡേറ്റ് നോക്കിയാൽ ഫെബ്രുവരിയിൽ റിലീസ് ഉണ്ടായിരിക്കില്ല. മാർച്ച് ആദ്യ വാരമായിരിക്കും രേഖാചിത്രം സോണി ലീവിൽ റിലീസാവുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ OTT അപ്ഡേറ്റ്സിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.